പ്രപഞ്ചത്തിനും നിങ്ങളുടെ മാലാഖമാർക്കും ഇന്ന് നിങ്ങൾക്കായി ഒരു സ്നേഹനിർഭരമായ സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരാൾ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാൾ സ്നേഹത്തിന്റെയോ താൽപ്പര്യത്തിന്റെയോ അഭാവം കൊണ്ടല്ല നിങ്ങളെ അവഗണിക്കുന്നതെന്ന് അവർ നിങ്ങളെ സൗമ്യമായി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ തളർന്നിരിക്കുന്നു, ഉത്തരവാദിത്വങ്ങളുമായി മല്ലിടുന്നു, വൈകാരികമായി തകർന്നിരിക്കുന്നു. അവർ സങ്കടത്തിന്റെയും നിരാശയുടെയും സമ്മർദ്ദത്തിന്റെയും കൊടുങ്കാറ്റിലകപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയം ഭാരമുള്ളതാണ്. അവരുടെ മനസ്സ് അവർക്കിതുവരെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാത്ത ആശങ്കകളാൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ അവർ അകലെയാണെങ്കിലും നിങ്ങളോടുള്ള അവരുടെ സ്നേഹം ശക്തവും സ്ഥിരവുമായി തുടരുന്നു. അവർ ശ്രദ്ധിക്കാത്തതിനാൽ ഈ വ്യക്തി നിങ്ങളെ അകറ്റി നിർത്തുന്നില്ല. വാസ്തവത്തിൽ അത് നേരെ വിപരീതമാണ്. അവർ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ പരിപാലിക്കുന്നു. നിങ്ങൾ അവർക്ക് വളരെ പ്രത്യേകതയുള്ളയാളാണ്. ഒരു ആത്മമിത്രം, ഒരു ഉറ്റ സുഹൃത്ത്, ഒരു വഴികാട്ടി വെളിച്ചം. അവരുടെ വെല്ലുവിളികൾക്കിടയിലും അവർ നിങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നു. അവർക്ക് തോന്നുന്നത് സ്നേഹത്തിന്റെ അഭാവമല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാനുള്ള ആഗ്രഹമാണ്. അവരുടെ സമ്മർദ്ദം നിങ്ങളുടെ ശാന്തതയിലേക്ക് ഒഴുകിയെത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം മൃദുലമാണെന്നവർക്കറിയാം. അവരുടെ പോരാട്ടങ്ങൾ കൊണ്ട് അവർ അതിന്മേൽ ഭാരം ചുമത്താൻ ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതിനാൽ നിങ്ങളെ വേദനിപ്പിക്കാൻ അനുവദിക്കുന്നതിനേക്കാൾ അവരുടെ വേദന ഒറ്റയ്ക്ക് വഹിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇത് തണുപ്പിൽ നിന്ന് ജനിച്ച നിശബ്ദതയല്ല, സ്നേഹവും പരിഗണനയും കൊണ്ട് രൂപപ്പെടുത്തിയ നിശബ്ദതയാണിത്. ഒരു പുഞ്ചിരിയോടെ അവർ നിങ്ങളിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സൂര്യപ്രകാശമായും നിങ്ങളുടെ ശക്തിയായും നിങ്ങളുടെ മനോഹരവും ആകർഷകവുമായ പുഞ്ചിരിയുടെ കാരണമായും അവർ മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിഷമിപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങളെ ഉയർത്തുകയെന്നതാണ് അവരുടെ ആഗ്രഹം. അവർ നിങ്ങളുടെ പ്രകാശത്തെ അഭിനന്ദിക്കുകയും അത് അവരുടെ സ്വന്തം പുഞ്ചിരിയുമായി പൊരുത്തപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുവെന്ന് മാലാഖമാർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഹൃദയം വിശ്രമിക്കട്ടെ. നിങ്ങളുടെ സമാധാനത്തെ അമിതമായി ചിന്തിക്കാൻ അനുവദിക്കരുത്. ഈ വ്യക്തി ശാരീരികമായി അകലെയായിരിക്കാം, പക്ഷേ അവർ വൈകാരികമായി അടുത്താണ്. അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പേര് പ്രതീക്ഷയുടെ ജ്വാല പോലെ പ്രകാശിക്കുന്നു. ഇരുണ്ട സമയങ്ങളിൽ പോലും എപ്പോഴും തിളങ്ങുന്നു. അവർ ഇപ്പോൾ നിശബ്ദരായിരിക്കുന്നതിനാൽ അവർ നിങ്ങളെ മറന്നുവെന്നല്ല അർത്ഥമാക്കുന്നത്. നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ അവരുടെ ചിന്തകളിൽ ജീവിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനത്തിലും നിങ്ങളുടെ പേരിന്റെ ഒരു മർമ്മമുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് പ്രധാന ദൂതന്മാർ നിങ്ങൾക്ക് ഈ സന്ദേശം അയക്കുന്നത്. യഥാർത്ഥ ആത്മബന്ധങ്ങൾ ഒരിക്കലും മങ്ങുന്നില്ല. ഒരു യഥാർത്ഥ ബന്ധം, ആത്മാവിൽ വേരൂണിയൊരു ബന്ധം, എപ്പോഴും നിങ്ങളുടെ സന്തോഷത്തെയും ക്ഷേമത്തെയും കുറിച്ച് വേവലാതിക്കിടുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നയാൾ നിങ്ങൾക്ക് സമാധാനം ആഗ്രഹിക്കുന്നത് എന്തിനേക്കാളും കൂടുതലാണ്. നിങ്ങളുടെ ആത്മാവിൽ നിന്ന് പുഞ്ചിരിക്കണമെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്തിനേക്കാളും ഉപരി ആ സന്തോഷത്തിന്റെ ഉറവിടമാകണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഒരു ഭാരമായിട്ടല്ല, മറിച്ച് ഒരു അനുഗ്രഹമായി അവർ നിങ്ങളുടെ അരികിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തി വലിയ ജോലി സമ്മർദ്ദത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ദുഷ്കരമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നുണ്ടാകാം. ഈ സമ്മർദ്ദം അവരെ എത്തിപ്പിടിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ടാകാം. എന്നാൽ അതിനർത്ഥം അവർ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല. ചിലപ്പോൾ ജീവിതം അമിതമായി തോന്നുമ്പോൾ ആളുകൾ അകലം ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് വീണ്ടും അവരുടെ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് അകന്നുപോകുന്നത്. ഇത് ആ സമയങ്ങളിലൊന്നാണ്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ നിശബ്ദമായ ധാരണ, നിങ്ങളെപ്പോഴും നൽകുന്ന ശാന്തമായ ശക്തി എന്നിവയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നതുപോലെ ആരും അവരെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അവരെ ആത്മാവിന്റെ കണ്ണുകളിലൂടെ കാണുന്നു. അവർ അടുത്തില്ലാത്തപ്പോഴും നിങ്ങൾ അവരെ അനുഭവിക്കുന്നു. മാലാഖമാർ നിങ്ങളോട് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നു. ചിലപ്പോൾ ഒരു ചെറിയ നിമിഷം, ഒരു സന്ദേശം, എല്ലാം വ്യക്തതയിലേക്ക് കൊണ്ടുവരാൻ ഒരു പുഞ്ചിരി എന്നിവ മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ സ്നേഹം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ല. അവരുടെ ജീവിതത്തിലെ നിങ്ങളുടെ സാന്നിധ്യം കൊടുങ്കാറ്റിന്റെ സമയത്ത് ഒരു വിളക്കുമടം പോലെയാണ്. അവരെ സുരക്ഷിതത്വത്തിലേക്ക് തിരികെ നയിക്കുന്നു. നിങ്ങൾ അവരുടെ നങ്കൂരമാണ്. അവരുടെ ഹൃദയം നിങ്ങൾക്കായി മിടിക്കുന്നു. അവരുടെ നിശബ്ദതയിൽ പോലും നിങ്ങളുടെ പേര് അവരുടെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്നു. വളരെ വേഗം ഒരു അടയാളം പ്രതീക്ഷിക്കുക. പ്രപഞ്ചം തിരശീലയ്ക്ക് പിന്നിലെ കാര്യങ്ങളെ വിലയിരുത്തനം ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ വ്യക്തി നിങ്ങളെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു ടെക്സ്റ്റ്, ഒരു കോൾ, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സന്ദേശമാകാം. പക്ഷേ അത് ആത്മാർത്ഥതയും ഒരു പുതിയ തുടക്കത്തിനായുള്ള ആഗ്രഹവും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് വെറുമൊരു സംഭാഷണമായിരിക്കില്ല. ഇത് അത്ഭുതകരമായി തോന്നും. നിങ്ങളുടെ ബന്ധത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും. അതിനാൽ ഒരു പുഞ്ചിരിയോടെ തയ്യാറാകുക. നിങ്ങളുടെ ഹൃദയം സൗമ്യമായ ആവേശത്താൽ നിറയട്ടെ.
ഈ സ്ഥിരീകരണം ഉറക്കെ പറയുക: എന്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു. എന്റെ വ്യക്തി എന്റെ ക്ഷേമത്തിൽ ആഴത്തിൽ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം സത്യവും ശക്തവും ശാശ്വതവുമാണ്. അത് എന്റെ ആത്മാവിലേക്ക് വെളിച്ചവും എന്റെ ഹൃദയത്തിലേക്ക് സമാധാനവും കൊണ്ടുവരുന്നു. ആ വിശ്വാസം നിങ്ങളിലൂടെ ഒഴുകട്ടെ. സ്നേഹത്തിന്റെയും ദിവ്യസമയത്തിന്റെയും ശക്തിയിൽ വിശ്വസിക്കുക. മാലാഖമാർക്ക് നന്ദി. പ്രപഞ്ചത്തിന് നന്ദി. അവർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ നയിക്കുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ ഊർജ്ജങ്ങളെ വിൽനയരം ചെയ്യുന്നു. ഈ യാത്രയിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. സ്നേഹം നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. പിന്തുണ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഇതിനകം തന്നെ അവരുടെ വഴിയിലാണ്.